തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അറസ്റ്റിലായ അമ്മ ശ്രീതു അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് പോലീസ്. ശ്രീതുവിന്റെ അറിവോടെയാണ് കൊലപാതകമെന്നാണ് കേസിലെ ഒന്നാം പ്രതിയായ ശ്രീതുവിന്റെ സഹോദരൻ ഹരികുമാർ മൊഴി നൽകിയത്. തമിഴ്നാട്ടിൽ നിന്നാണ് കുട്ടിയുടെ അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. സിജോ വി ജോണുണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, ഈ ശ്രീതു അന്വേഷണത്തോട് തീർത്തും സഹകരിക്കുന്നില്ല എന്നാണോ അന്വേഷണ സംഘം പറയുന്നത്? ഈ ശ്രീതുവിന്റെ സഹോദരൻ പറയുന്നത് എന്താണ്? അന്വേഷണം ഇപ്പോൾ ഏത് തലത്തിലാണ് മുന്നോട്ട് പോകുന്നത്? ഈ 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊന്ന സംഭവത്തിൽ ഈ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിനെയാണ് പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നത്. അന്ന് തന്നെ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഈ കൊലപാതകത്തിൽ ബന്ധമുണ്ടോ എന്ന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ കാര്യമായ തെളിവുകൾ ലഭിക്കാത്തതിനാൽ പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിരുന്നില്ല. പിന്നീടാണ് ഈ കുട്ടിയുടെ അമ്മാവൻ, അതായത് ഈ ലേഡിയുടെ ശ്രീതുവിന്റെ സഹോദരൻ മൊഴി നൽകിയിരിക്കുന്നത്. ഈ കുട്ടിയെ ഹരികുമാർ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇവരുടെ അറിവോട് കൂടിയാണ്, അമ്മയുടെ അറിവോട് കൂടിയാണെന്നാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ബാലരാമപുരം പോലീസ് തമിഴ്നാട്ടിലെത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ 2ാം പ്രതിയാണ് ഇവർ ഇപ്പോൾ ഉള്ളത്. അല്പസമയത്തിനകം തന്നെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു മൊഴി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നത്. എന്തായാലും ഇനി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഇവരെ കസ്റ്റഡിയിൽ കിട്ടിയതിന് ശേഷം, അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം ഇവരെ ചോദ്യം ചെയ്തു. ഏതൊരു സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയത് എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഒരു മറുപടിയും ഇവർ നൽകുന്നില്ല. പല ചോദ്യങ്ങളോടും മൗനം പാലിക്കുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇവരെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം പിന്നീട് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് ഒരു സാധ്യത നിലനിൽക്കുകയും ചെയ്തത്. ആ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. നമുക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് ഇവർ തമ്മിൽ, ഈ ശ്രീതുവും അവരുടെ സഹോദരനും തമ്മിൽ വഴിവിട്ട ചില ബന്ധങ്ങളുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടി ഇവർക്ക് ഒപ്പമുള്ളത് അതിന് തടസ്സമാവും എന്നുള്ളൊരു കണക്കൂട്ടലാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് കുട്ടിയെ കൊലപ്പെടുത്താൻ ഇവർ 2 പേരും കൂടി ചേർന്ന് തീരുമാനിച്ചതെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇനിയും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിനാണ് ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നതും.